2018 ജൂലൈ 2 പുലർച്ചെയാണ് മഹാരാജാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യുവിനെ SDPI പോപ്പുലർ ഫ്രണ്ട് ക്രിമിനലുകൾ കുത്തിക്കൊലപ്പെടുത്തിയത്. കോളേജിൽ നവാഗതരെ വരവേൽക്കാൻ പോസ്റ്ററും കൊടിതോരണങ്ങളും തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ചുമരിൽ വർഗീയത തുലയട്ടെ എന്ന് അഭിമന്യു എഴുതിയതിൽ പ്രകോപിതരായ ക്യാമ്പസ് ഫ്രണ്ട് SDPIക്കാർ പുലർച്ചെ ക്യാമ്പസിലെത്തി SFI പ്രവർത്തകരുമായി സംഘർഷമുണ്ടാക്കി. ഇതിനിടെ അഭിമന്യുവിനെ ഒരാൾ പുറകിൽ നിന്ന് പിടിച്ചു നിർത്തുകയും മറ്റൊരാൾ നെഞ്ചിൽ കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. അഭിമന്യു അവസാനമായി ചുമരിൽ കുറിച്ച വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം മഹാരാജാസിൻ്റെ ചുവരിൽ ഇന്നും ജ്വലിക്കുന്നുണ്ട്. ശാസ്ത്രജ്ഞനാകണമെന്ന ആഗ്രഹത്തിൽ ഇടുക്കി വട്ടവടയിൽ നിന്ന് എറണാകുളം മഹാരാജാസ് കോളേജിലെത്തിയ 19 വയസ്സുകാരൻ വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെച്ച ചുവരിന് മുന്നിലാണ് കുത്തേറ്റു വീണത്. അഭിമന്യുവിനൊപ്പമുണ്ടായിരുന്ന അർജുൻ എന്ന വിദ്യാർത്ഥിക്കും പരിക്കേറ്റിരുന്നു. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയും ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകനുമായ 1ാം പ്രതി മുഹമ്മദ് ഉൾപ്പെടെ പ്രധാന പ്രതികളെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. അഭിമന്യുവിൻ്റെ കുടുംബത്തിനായി CPIM വട്ടവടയിൽ സ്ഥലം വാങ്ങി നിർമ്മിച്ച വീട് 2019 ജനുവരി 14 മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിന് കൈമാറിയിരുന്നു. വട്ടവടയിലെ അഭിമന്യു മഹാരാജാസ് ലൈബ്രറിയും മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചിരുന്നു. ഒപ്പം അഭിമന്യുവിൻ്റെ സ്വപ്നമായിരുന്ന PSC പരിശീലന കേന്ദ്രവും യാഥാർത്ഥ്യമാക്കി. അനുസ്മരണ ദിനമായ ചൊവ്വാഴ്ച രാവിലെ വിവിധ ഏരിയ ലോക്കൽ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തും. പകൽ 12-ന് SFI ജില്ലാ കമ്മിറ്റി മഹാരാജാസ് കോളേജിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ ചടങ്ങ് CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിന് മുന്നോടിയായി മറൈൻ ഡ്രൈവ് ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ നിന്ന് കോളേജിലേക്ക് വിദ്യാർത്ഥി റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.